ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് മുൻവർഷ ചോദ്യപേപ്പറിന്റെ ഒരു പുതിയ ക്ലാസ്സുമായിട്ടാണ്. ഒന്നാം ക്ലാസ്സിലെ ഇന്റഗ്രേഷന്റെ ആണ്, അതായത് ഉദ്ഗ്രഥനത്തിന്റെ. നമ്മുടെ രണ്ടാം ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഉദ്ഗ്രഥനം ഇന്റഗ്രേഷൻ ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം എന്നാണ് നമുക്ക് എക്സാമിന് ഉണ്ടാവുക. അല്ല ഉണ്ട്. അപ്പൊ ഇത് 2022 ചോദ്യപേപ്പർ ആണ്. പ്രവർത്തനം 6 എന്നാണ് രണ്ടാം ദിവസത്തിൽ തുടങ്ങുന്നത്. പ്രവർത്തനം 6 എന്താ നോക്കൂ, ജഗ്ഗുവിന്റെ സ്വീകരണം. ചിത്രം നോക്കി യോജിച്ച വാക്യങ്ങൾ എഴുതൂ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, ജഗ്ഗുവിനെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ജഗ്ഗു നമ്മൾ ആനക്കുട്ടിയാണ് അല്ലെ. ജഗ്ഗുവിനെയും ഋഷിനെയും കൺമണിനെയും ഒക്കെ നമ്മുടെ ജഗ്ഗു തിരിച്ച് കാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ ജഗ്ഗുവിന് എന്ത് ചെയ്യണം? കാട്ടിലെ എല്ലാ മൃഗങ്ങളും ചേർന്ന് സ്വീകരണം കൊടുക്കുകയാണ്, വെൽക്കം ചെയ്യണം. അപ്പൊ ചിത്രം നോക്കിയിട്ട് യോജിച്ച വാക്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ? സെന്റൻസ് ആണ്. ഓക്കെ, സെന്റൻസ് എഴുതാനാണ് പറയണത്. അപ്പൊ നമ്മൾ സെന്റൻസുകൾ വളരെ ചെറിയ ചെറിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് എഴുതി പഠിക്കുക. അതായത് ലഘുവാക്യങ്ങൾ എഴുതി പഠിക്കണം. എന്നാലേ ഇതുപോലെ ചോദ്യങ്ങൾ നമുക്ക് എഴുതാൻ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ജഗ്ഗുവിന് ആരാണ് പൂമാല കൊടുക്കുന്നത്? ഒരു സിംഹമാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ചെറിയൊരു ലഘുവാക്യം എഴുതാം? സിംഹം ജഗ്ഗുവിന് പൂമാല ഇട്ടുകൊടുത്തു. ഓക്കെ, സിംഹം ജഗ്ഗുവിന് പൂമാല ഇട്ടുകൊടുത്തു. അപ്പൊ ഇതേപോലുള്ള ചെറിയ ചെറിയ വാക്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കണം. എക്സാമിന് ഇതുപോലുള്ള വാക്യങ്ങൾ എഴുതാനുണ്ടാകും. അടുത്ത് നോക്കൂ, ജഗ്ഗുവിന് ആരാണ് എന്താ കൊടുക്കുന്നു നോക്കി? ഒരു കുരങ്ങനാണ് അല്ലെ. കുരങ്ങൻ എന്താ കൊടുക്കുന്നത്? പഴക്കുലയാണ് കൊടുക്കുന്നത്. കുരങ്ങൻ ജഗ്ഗുവിന് പഴക്കുല കൊടുത്തു. അടുത്തതോ, ജഗ്ഗുവിന് ഒരു അണ്ണാൻ എന്താ കൊടുക്കുന്ന? ഓല കൊടുക്കണം അല്ലെ. അണ്ണാൻ ജഗ്ഗുവിന് ഓല കൊടുത്തു. അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ സെന്റൻസുകൾ എഴുതുക. അല്ലാതെ വലിയ വലിയ വാക്കുകൾ ഉപയോഗിച്ചുള്ള സെന്റൻസുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഉപയോഗിച്ചുള്ള സെന്റൻസുകൾ എഴുതുക, വാക്യങ്ങൾ എഴുതുക. അടുത്ത് ഇവിടെ എന്താ ചെയ്യുന്നത്? ഒരു മുയൽ എന്താ ചെയ്യുന്നത്? പാട്ട് പാടുകയാണ് അല്ലെ. മുയൽ പാട്ട് പാടി. അങ്ങനെ അവസാനത്തെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും കൈയടിച്ചു. കണ്ടില്ലേ? അപ്പൊ ഇതേപോലെ വാക്യങ്ങൾ എഴുതാനും അതേപോലെ തന്നെ വരികൾ കൂട്ടിച്ചേർക്കാനും ചിത്രം നോക്കിയിട്ട് ചിത്രത്തിൽ കാണുന്ന കാര്യങ്ങൾ എഴുതാനെല്ലാം എക്സാമിന് ഉണ്ടാവും. ഓക്കെ, അടുത്തത് പ്രവർത്തനം 7. എത്ര വാഹനങ്ങൾ? താഴെ കൊടുത്ത വാഹനങ്ങളെ ഉപയോഗം അനുസരിച്ച് തരംതിരിക്കൂ. അപ്പൊ ഇവിടെ കുറേ വാഹനങ്ങൾ കണ്ടില്ലേ. അപ്പൊ വാഹനങ്ങൾ ഉപയോഗം അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതിനെ പട്ടികപ്പെടുത്തേണ്ടത്, അതിനെ തരംതിരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കൂ, മൂന്ന് കോളം കണ്ടില്ലേ. ഇപ്പൊ നമ്മൾ ഓരോന്നിന്റെയും ഹെഡിങ് ആണ് നമ്മൾ മേലെ എഴുതേണ്ടത്. ജോലി ചെയ്യാൻ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ചെയ്യാനാണ് നമുക്ക് ഇവിടെ ഈ വാഹനങ്ങൾ തരംതിരിക്കാൻ പറ്റുക? യാത്ര ചെയ്യാൻ അല്ലെ. ബസ്സൊക്കെ യാത്ര ചെയ്യാനില്ലേ. പിന്നെ ഭാരമുള്ളവ കൊണ്ടുപോകാൻ. ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ ഉപയോഗം അനുസരിച്ച് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. നോക്കിയിട്ട് പറഞ്ഞേ, ജോലി ചെയ്യാൻ നമുക്ക് ഓരോ ജോലികൾ ഏതൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും? അതായത് ജോലിക്ക് പോകുന്ന കാര്യമല്ല, നമ്മൾ ഓരോ ജോലി ചെയ്യാൻ വേണ്ടി ഇപ്പൊ മണ്ണൊക്കെ മാറ്റാൻ വേണ്ടി മണ്ണുമാന്തി ഉപയോഗിക്കും അല്ലെ. റോഡ് പണിക്ക് റോഡ് റോളർ ഉപയോഗിക്കും. അതുപോലെ ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നോക്കൂ, ആദ്യത്തേതാ? മണ്ണുമാന്തി. അറിയാലോ, നിങ്ങൾ മണ്ണുമാന്തി കണ്ടിട്ടില്ലേ? അത് ജോലി ചെയ്യാനാണ് നമ്മൾ മണ്ണുമാന്തി ഉപയോഗിക്കുക. അടുത്തത് ബസ് എന്തിനാ ഉപയോഗിക്കുക? യാത്ര ചെയ്യാൻ. കാറ് യാത്ര ചെയ്യാൻ. റോഡ് റോളർ ജോലി ചെയ്യാൻ. ലോറി എന്താണ്? ഭാരമുള്ളവയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ലോറി ഉപയോഗിക്കും. സൈക്കിള് യാത്ര ചെയ്യാൻ. ടെമ്പോയും അതേപോലെ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മോട്ടോർ സൈക്കിള് യാത്ര ചെയ്യാൻ. ഇനി പുകയില്ലാത്ത വാഹനം ഏത്? ഇതില് പുകയില്ലാത്ത വാഹനം ഏതാ നിങ്ങൾക്ക് അറിയില്ലേ? സൈക്കിൾ അല്ലെ. സൈക്കിളിന് പുകയില്ല, കാരണം ഇന്ധനം ആവശ്യമില്ല നമുക്ക് സൈക്കിൾ ഓടിക്കാൻ അല്ലെ. അപ്പൊ പുകയില്ലാത്ത വാഹനം സൈക്കിൾ. അടുത്ത പ്രവർത്തനമാണ് കല്ലുകൾ എത്ര. ഇപ്പൊ ഇത് കണക്കെന്നുള്ള ചോദ്യമാണ്, മാത്സിന്റെ ചോദ്യമാണ്. കല്ലിൻ കൂട്ടം നോക്കി ആകെ എത്രയെന്ന് കണ്ടെത്തൂ. അപ്പൊ ഇവിടെ കല്ലാണ് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് കല്ലാണ്. അപ്പൊ ഒരു കൂട്ടത്തിൽ ഇവിടെ 10 എണ്ണമാണുള്ളത്. എണ്ണി നോക്കിയാൽ അറിയാം. 1 2 3 4 5 6 7 8 9 10. ഒരു കൂട്ടത്തില് 10 എണ്ണം. ഈ ഒരു കൂട്ടത്തിലും 10 എണ്ണം. അപ്പൊ മൊത്തം എത്ര? ആകെ ടോട്ടൽ എത്ര? 10 + 10. നമുക്കറിയാം 2 10s. 2 പത്തുകൾ ചേരുമ്പോൾ എത്ര നമ്മൾ പഠിച്ചത്? 20, 20. ഇനി അടുത്ത് നോക്കൂ, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്. അപ്പൊ അതവിടെ താഴത്തെ കോളത്തിൽ എഴുതണം. അടുത്തൊരു 10 ഉണ്ട് അല്ലെ. പിന്നെ ഇതിൽ എത്ര ഉണ്ട്? 10 ഉണ്ടോ? ഇല്ല. 1 2 3 3 എണ്ണമേ ഉള്ളൂ അല്ലെ. 3. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ആകെ എന്ന് പറയുമ്പോൾ ഇതേപോലെ നമ്മൾ പ്ലസ് ചെയ്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. അതായത് 10 + 10 + 10 + 3. എത്രയാണ്? 3 10s എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, 3 പത്തുകൾ ചേരുമ്പോൾ 30, 30. 30ന്റെ കൂടെ 3 കൂട്ടുമ്പോൾ ഉത്തരം എന്താണ്? 33, 33. അടുത്തത് ഇതേപോലെ എത്ര ടെൻസ് ആണെന്ന് എഴുതുക. നോക്കൂ, കണ്ടില്ലേ എത്ര ടെൻസ്? 4 പത്തുകൾ ഉണ്ട് അല്ലെ. ഇവിടെ എഴുതി. അതിനുശേഷം എന്താണ്? ഇവിടെ എത്ര കല്ലുകളാണ്? 4 കല്ലുകൾ. അപ്പൊ ആകെ എത്രയാണ്? 10 + 10 + 10 + 10 + 4.
4 tens are നമ്മൾ പഠിച്ചിരുന്നു. 2 tens are 20, 3 tens are 30, 4 tens are 40 ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ, മാത്സ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ 4 tens are 40, 40ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ 40ന്റെ കൂടെ 4 കൂട്ടുമ്പോൾ ഉത്തരം എന്താണ്? 44, 44. നമുക്ക് ഉത്തരങ്ങൾ കിട്ടിയില്ലേ. ഇനി എന്താ ചോദ്യം? വലിയ കൂട്ടത്തിലെ കല്ലുകൾ എത്ര, ചെറിയ കൂട്ടത്തിലെ കല്ലുകൾ എത്ര എന്ന് വെച്ചാൽ ഇവിടെ 20 ഉണ്ട്, ഇവിടെ 33 ഉണ്ട്, ഇവിടെ 44 ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ കൂട്ടം എത്രയാണ്, ഏറ്റവും വലിയ നമ്പർ എത്രയാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 44, 44. അടുത്തത് ചെറിയ കൂട്ടത്തിലെ കല്ലുകൾ എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? അതായത് 20, 33, 44. ചെറിയ നമ്പർ ഏതാണ്? 20. അടുത്തത് അടുത്ത പ്രവർത്തനം കാട്ടിലെ വിദ്യാലയം രൂപങ്ങൾ എണ്ണി എഴുതൂ. അപ്പൊ നമുക്ക് ഈ ഷേപ്സ് നോക്കി നമുക്കറിയാലോ, 3 ഷേപ്പുകൾ നമ്മൾ പഠിച്ചിരുന്നു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? സർക്കിള്, ട്രയാങ്കിള്, റെക്ടാങ്കിള് അല്ലെ. അപ്പൊ വൃത്തം, ത്രികോണം അല്ലെ പഠിച്ചില്ലേ? മലയാളത്തിൽ നമ്മൾ എന്താ പറയാ? വൃത്തം, നമ്മൾ സർക്കിള് വൃത്തം എന്നാണല്ലേ പറയുക. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയണത്? വൃത്തം, ത്രികോണം, ചതുരം. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഷേപ്പുകൾ നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? എഴുതാനാണ് പറയണത്. എണ്ണി നോക്കിയിട്ട് എഴുതുക. അപ്പൊ ഇവിടെ ഇതുപോലെ ചിത്രം തരും, അതിൽ എന്തുണ്ടാവും? ഈ ഷേപ്പുകൾ ഉണ്ടാവും, ഈ ആകൃതികൾ ഉണ്ടാവും, അത് എണ്ണി നോക്കുക, ഇവിടെ എഴുതുക. അപ്പൊ ഇവിടെ നോക്കൂ, ട്രയാങ്കിൾ എത്ര ഉണ്ടെന്ന് എണ്ണുക, എഴുതുക 6, സർക്കിള് 4, നമ്മുടെ റെക്ടാങ്കിള് 11. ഇനി എന്തും കൂടി നിങ്ങൾ ചെയ്യണം, ഇത് ഈ 3 ഷേപ്പുകൾ ഉപയോഗിച്ചിട്ട് ഒരു ചിത്രം കൂടി വരയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കുക. എന്തിന്റെ ചിത്രം വേണമെങ്കിൽ വരയ്ക്കാം. എളുപ്പം നമുക്കൊരു വീട് വരയ്ക്കാനാണ് അല്ലെ. അതേപോലെ എന്ത് ചിത്രം വേണമെങ്കിലും ഈ 3 ഷേപ്പുകൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കാനാണ് പറയണത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ചോദ്യ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായില്ലേ? അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇനിയും ഇതുപോലെയുള്ള മറ്റ് ക്ലാസ്സുകളിൽ നമ്മുടെ മറ്റ് സബ്ജക്റ്റുകളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക് യു.